ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ മഹിയുടെ കൂട്ടുകാരനോടാണെങ്കിൽ മാളു പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു. നകുലിനെ നല്ല സംശയമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, വിവാഹത്തിന് ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് അന്വേഷിക്കാമെന്നൊക്കെ. ആ സമയത്ത് മഹി പറയുന്നുണ്ട്, അത് നോക്കിയിരുന്നാൽ ഗംഗയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ പേടിയുണ്ടെന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ കുറ്റപ്പെടുത്തുന്നുണ്ട്, മഹി ഗംഗയെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു, എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകുമായിരുന്നു എന്നൊക്കെ പറയുന്നു. മഹി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ നേരത്തെ സംസാരിച്ചതല്ലേ, ആ വിഷയമൊന്നും പറയണ്ട എന്നൊക്കെ പറയുന്നു. മഹി പറയുന്നുണ്ട്, മുത്തശ്ശിക്കാണെങ്കിലും നകുലിനെ ഒരുപാട് വിശ്വാസമാണ്, അതുകൊണ്ട് മുത്തശ്ശി എന്തു പറഞ്ഞാലും നകുലിനെ കുറിച്ച് വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നു. കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ, നമുക്ക് എങ്ങനെയെങ്കിലും അവന്റെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കാമെന്നൊക്കെ പറയുന്നു. പിന്നീട് മാളുവിനെയും ഗംഗയുമാണ് കാണിക്കുന്നത്. മാളു ആണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട്, നകുൽ ഒരു കള്ളനാണ്, നകുൽ ഫോണിൽ കൂടെ സംസാരിച്ചത് ഗംഗയെ കുറിച്ചാണെന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നെ കുറിച്ചോ എന്നൊക്കെ. മാളു അപ്പോൾ പറയുന്നുണ്ട്, ഗംഗയെ കുറിച്ച് തന്നെയാണ്, ഞാൻ കേട്ടതാണ്, അയാൾ ശരിയല്ല എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നകുൽ വരുന്നുണ്ട്. നകുലിനെ കാണുന്നത് മാളുവിന് ദേഷ്യം വരുന്നുണ്ട്. മാളു ചോദിക്കുന്നുണ്ട്, ഇയാൾ ഇപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന്. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, ഗംഗ എന്റെ ഭാര്യയാകാൻ പോകുന്നതാണ്, അതുകൊണ്ട് ഗംഗയെ കാണാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു. മാളുവിന് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. മാളു ആണെങ്കിൽ നകുലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്, ഇയാൾ കള്ളനാണ്, ഇയാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു. നകുൽ അപ്പോൾ പറയുന്നുണ്ട്, മാളു പറയുന്നതിലും കുറച്ചൊക്കെ ശരിയുണ്ട്, മാളുവിനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യമായി ഈ വീട്ടിൽ വന്നപ്പോഴേ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു, അതുകൊണ്ടാണ് മാളു ഇപ്പോഴും തെറ്റിദ്ധരിക്കുന്നത്, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നു. ഗംഗ അപ്പോൾ പറയുന്നുണ്ട്, മാളു പറയുന്നതൊന്നും കാര്യമാക്കണ്ട, അവൾക്ക് അറിയാത്തത് കൊണ്ടാണ്, നകുൽ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലുമില്ല, അതുകൊണ്ട് അതോർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നു. മാളു അപ്പോൾ ഗംഗയെ വീണ്ടും വഴക്ക് പറയുന്നുണ്ട്, ഈ നകുൽ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പാടില്ല, ഇവൻ കള്ളനാണ്, ഇവൻ കള്ളത്തരമാണ് പറയുന്നതെന്നൊക്കെ പറയുന്നു. നകുലാണെങ്കിൽ അവിടെ നിന്നും പോകുന്നു. നകുൽ പോയതിനു ശേഷം മാളൂനെ ആണെങ്കിൽ ഗംഗ ഉപദേശിക്കുകയാണ്, ഒരാളെ കുറിച്ചും ഇങ്ങനെയൊന്നും പറയരുതെന്നൊക്കെ പറയുന്നു. മാളു അപ്പോൾ വീണ്ടും ഉറപ്പിച്ച് പറയുന്നുണ്ട്, നകുൽ ഒരു കള്ളനാണ്, എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ. പിന്നീട് കാണിക്കുന്നത് ശ്രേയയും ഗുരുവമ്മയുമാണ്. ഗുരുവമ്മയാണെങ്കിൽ ശ്രേയോട് പറയുന്നുണ്ട്, ഗൗരിയുടെ അടുത്ത ലക്ഷ്യം ശ്രേയയാണെന്ന്, നിന്റെ ആയുസ്സിന് പോലും ആപത്താണ്, ഗൗരിയാണെങ്കിൽ ഇനി പല രൂപത്തിൽ വേഷം മാറാൻ ചാൻസ് ഉണ്ട്, അതുമാത്രമല്ല നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരത്തിന്റെ ശക്തിയാണെങ്കിൽ അന്നത്തെ പൂജയോടെ നഷ്ടമായെന്നൊക്കെ പറയുന്നു. ഗൗരിയാണെങ്കിൽ നിന്നെ പെട്ടെന്നൊന്നും കൊല്ലത്തില്ല, പതിയെ പതിയെ പൂച്ച എലിയെ കളിപ്പിക്കുന്നത് പോലെ കളിപ്പിച്ച് കളിപ്പിച്ച് അവസാനം കൊല്ലുമെന്നൊക്കെ പറയുന്നു, അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഗുരുവമ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ വീട്ടിൽ വെച്ച് എന്തായാലും പൂജ നടത്താൻ പറ്റില്ല, പക്ഷെ എത്രയും പെട്ടെന്ന് പൂജ നടത്തണമെന്നൊക്കെ പറയുന്നു. അതിനുശേഷം ശ്രേയ വീട്ടിൽ വന്നിട്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം പറയുന്നു. ഹൈമാവതി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താണ് ചെയ്യുക, ഗൗരി ജീവനോടിരുന്നപ്പോൾ നമുക്ക് വലിയ ശല്യമായിരുന്നു, മരിച്ചപ്പോൾ രക്ഷപ്പെട്ടെന്നാണ് കരുതിയത്, പക്ഷെ ഇപ്പോഴും അവൾ ശല്യമാണല്ലോ എന്നൊക്കെ പറയുന്നു. പെട്ടെന്ന് വീടിനുള്ളിലേക്ക് ഒരു പൂച്ച വരുന്നുണ്ട്. അത് ഗൗരിയുടെ ആത്മാവാണ്, പൂച്ചയായിട്ട് വന്നതാണ്. ആ സമയത്ത് രണ്ടുപേരും അതിനെ കണ്ട് പേടിക്കുകയാണ്. ഇത് ഗൗരി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് വെളിയിലേക്ക് ഓടുന്നു. ശ്രേയയും ഹൈമാവതിയും വീണ്ടും റൂമിലേക്ക് വരുന്നു. ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് ശ്രേയയുടെ അമ്മയെ പിടിച്ചു തള്ളുന്നു. ഹൈമാവതി താഴേക്ക് വീഴുന്നുണ്ടെങ്കിലും സോഫയിലേക്ക് വീഴുന്നില്ല. സോഫയ്ക്ക് തൊട്ടു മുകളിലായിട്ട് എയറിൽ നിൽക്കുകയാണ്. ഹൈമാവതി വായുവിൽ നിന്നുകൊണ്ട് ബഹളം വെക്കുകയാണ്, എന്നെ രക്ഷിക്ക്, എന്നെ താഴെ ഇറക്കി വിടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഗൗരി ഇറക്കി വിടുന്നില്ല. ഗൗരി അത് കണ്ടിട്ട് ചിരിക്കുകയാണ്. ശ്രേയയും ബഹളം വെക്കുന്നുണ്ട്, അമ്മയെ രക്ഷിക്കെന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് ഗൗരി ഹൈമാവതിയെ താഴേക്ക് ഇടുന്നു. ഹൈമാവതി താഴെ സോഫയിൽ ചെന്ന് വീഴുന്നു. അതിനുശേഷം സോഫയിൽ നിന്നും ഉരുണ്ട് താഴെ തറയിൽ വീഴുന്നുണ്ട്. ഹൈമാവതി താഴേക്ക് വീഴുന്നത് കണ്ടിട്ട് ഗൗരി പൊട്ടിച്ചിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്